ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഇന്നൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇസ്രായേൽ അപ്ഡേഷനെ കുറിച്ചിട്ടുള്ള ഒരു പുതിയ ടോപ്പിക്കാണ്. നമ്മൾ ഇപ്പോ ഇസ്രായേലിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരാം, അതുപോലെ എന്തൊക്കെ കൊണ്ടുവന്നുകൂടാ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഫ്ലൈറ്റിലും തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഗോൾഡ് കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പലരും പല രീതിയിലാണ് പറയുന്നത്. ഇസ്രായേലിലേക്ക് വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മള് ഗോൾഡ് കൊണ്ടുവരുന്നത് നമ്മളുടെ സ്വന്തമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കാരോ ഒക്കെ തന്നു വിടുന്നതായിരിക്കാം. ഇസ്രായേലിൽ തന്നെ ജോലി ചെയ്ത ഏതെങ്കിലും ഫ്രണ്ട്സിന് കൊടുക്കാനുള്ളതായിരിക്കാം. ഇപ്പൊ നമ്മൾ മേടിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഫാമിലീസ് മേടിച്ചിട്ട് നമ്മളുടെ കയ്യിൽ തന്നു വിടുന്നതോ ആയിക്കോട്ടെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ലിമിറ്റഡ് ഓഫ് സ്വർണം നമ്മളുടെ കയ്യിലുണ്ടെന്ന് വെച്ചു, അതിലുപരി ഇപ്പൊ നമ്മൾ വേറെ ചെയ്യാതെ എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിലോ കാതിലോ ഒക്കെ ഇടാതെ കൊണ്ടുവരുന്ന എക്സ്ട്രാ ആയിട്ട് നമ്മളുടെ ബാഗിൽ ഉണ്ടായിരിക്കുന്ന സ്വർണം കസ്റ്റംസ് പിടിക്കും. എന്നിട്ട് നമ്മൾ ഫൈൻ അടച്ച് തിരിച്ചെടുക്കേണ്ട അവസ്ഥയൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മാക്സിമം നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്കും വേറെ ചെയ്തിട്ട് തന്നെ വരാൻ പറ്റുന്നത് മാത്രം കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ വന്നതിന് ശേഷം നമ്മൾ ഒട്ടുമിക്കവരും സ്വന്തം ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കും പോകുന്നത്. അപ്പൊ പിന്നെ അവർ പിന്നെയും ആ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ടാക്സ് പൈസ അടച്ചിട്ട് അത് മേടിക്കാനൊക്കെ പോകല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലർക്ക് ഇപ്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അത് മാറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചത്. അപ്പൊ നമ്മൾ സ്വർണം കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മളാണ് വാങ്ങിയത് എങ്കിൽ നമ്മളുടെ പേരിൽ തന്നെ ആ ഒരു സ്വർണം വാങ്ങിച്ച അതിന്റെ റേറ്റും നമ്മളുടെ പേരിൽ തന്നെ ഒരു ബില്ലുണ്ടല്ലോ, ആ ബില്ല് ഡിജിറ്റൽ പ്രിന്റ് ആക്കിയിട്ട് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. സ്വർണം വേറെ ചെയ്തിട്ട് മാലയാണെങ്കിൽ അത് കഴുത്തിലിട്ടിട്ടോ കമ്മലാണെങ്കിൽ കാതിൽ, ഇപ്പം ഗേൾസ് ആണെങ്കിൽ കമ്മലൊക്കെ ആണെങ്കിൽ കാതിലിട്ടിട്ടു, ബോയ്സ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ബോയ്സ് ഒന്നും കൂടെ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഇപ്പം ബ്രേസ്ലെറ്റോ മാലയൊക്കെ ആണെങ്കിൽ അവർക്ക് കഴുത്തിലോ കയ്യിലോ ഒക്കെ ഇട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ നിങ്ങളാണ് മേടിക്കുന്നുണ്ടെങ്കിൽ അത് തക്കതായ ആ ബില്ല് നിങ്ങൾ കയ്യിൽ കരുതുക. അത് മസ്റ്റാണ്. കാരണം ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം നമ്മൾ ഇന്ത്യക്കാരെ പോലെ ഇസ്രായേലീസ് അങ്ങനെ ഗോൾഡ് ഒന്നും വെയർ ചെയ്യുന്ന ടൈപ്പ് അല്ല. അവർ സപ്പോസ് വെയർ ചെയ്താലും ഒരു 14 ക്യാരറ്റിന്റെ അല്ലെങ്കിൽ 18 അങ്ങനെ അത്ര ഗോൾഡ് മാത്രമേ അവർ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ നമ്മളുടെ ആ ഗോൾഡ് അവർക്ക് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് പുതിയതാണോ പഴയതാണോ എന്നുള്ളതൊക്കെ അവർക്ക് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അതറിയാം. പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എല്ലാം കണ്ടുപിടിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഇസ്രായേലില് ഭയങ്കരമായിട്ട് എല്ലാം ചെക്ക് ചെയ്തിട്ടൊക്കെ വിടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് മസാല ഐറ്റംസ് ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ ചിലർ പറയും ഇവിടത്തത് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാ മസാലാസും കാര്യങ്ങളും ഒക്കെ കിട്ടും. മാക്സിമം നിങ്ങൾ വെറുതെ അവിടെ നിന്ന് ചുമന്ന് കെട്ടി വന്നിട്ട് പിന്നെ ഇവിടെയും വന്നിട്ട് ചെക്കിങ്ങിൽ ഒരുപാട് എന്ന് വെച്ചാല് ആവശ്യത്തിന് കുറച്ച് എന്തെങ്കിലും കൊണ്ടുവരുന്നല്ലാതെ ഒരുപാട് പേരുടെ ഒക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെറുതെ ഫൈൻ അടയ്ക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പൊടി ഐറ്റംസ് ഒക്കെ, അതുപോലെ തന്നെ അച്ചാറുകളായാലും നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, ഇപ്പൊ എത്ര എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഓവറായിട്ടുള്ളത് കൊണ്ടുവരാതിരിക്കുക. ചുമ്മാ ആവശ്യമില്ലാതെ ഓരോ പ്രശ്നത്തിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് അത്യാവശ്യത്തിനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ മെഡിസിൻസ് ഒരുപാട് ഇങ്ങനെ അസുഖമായിട്ട് ഉള്ള ആൾക്കാർ, ഇപ്പൊ വിസ ഇല്ലാത്ത ചില ആൾക്കാരൊക്കെ നമ്മളോട് പറയും ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, മരുന്നൊക്കെ മേടിച്ചു കൊണ്ട് തരാമോ, ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടത്തില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലുള്ള ഒരു ഇതാണെങ്കിൽ നമ്മളാണ് ഇപ്പൊ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞ കണക്ക് ആരാണോ മേടിക്കാൻ പോകുന്നത്, മരുന്ന് മേടിക്കാൻ പോകുന്നത്, അവരുടെ പേരിലുള്ള ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ള ബില്ല് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഏത് മെഡിസിൻ ആണോ മേടിച്ചത് ആ മെഡിസിന്റെ കൂട്ടത്തിൽ ബില്ലും കൂടെ ചേർത്ത് വെച്ച് പാക്ക് ചെയ്യുക. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരാളിപ്പോ ഹെൽപ്പ് ചോദിക്കുന്നു, ഇപ്പൊ ആരായിക്കോട്ടെ,
സ്വന്തക്കാരോ ഫ്രണ്ട്സോ ആയിക്കോട്ടെ ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ്, ഇതൊന്ന് കൊണ്ട് കൊടുക്കുമോ എന്നുള്ളത്. അപ്പം അവരത് ആ സാധനം ഇപ്പൊ നിങ്ങൾ നല്ല മനസ്സുകൊണ്ട് കൊണ്ടുവരുമായിരിക്കാം. എന്നെയും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ടുവരുന്നത് ഒരു ഉപകാരമാണ് ചെയ്യുന്നത്. അപ്പം ഈ നമ്മളുടെ കയ്യിൽ തന്നുവിടുന്നവരും ഒന്നും ശ്രദ്ധിക്കാതെ ചിലപ്പോൾ തന്നുവിടുമായിരിക്കും. പക്ഷെ നമ്മളത് നമ്മളുടെ കയ്യിൽ നമ്മൾ അത് കിട്ടുമ്പോഴേക്കും നമ്മൾ അതൊന്ന് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുക, എന്താണ് അവർ തന്നത് എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അത്രയും വിശ്വാസം ഉള്ളവരാണെങ്കിൽ അവരോട് നന്നായിട്ട് ക്ലിയർ ആയിട്ട് ചോദിക്കുക, അതിനകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളത് ചോദിച്ചിട്ട് മാത്രം അത് മേടിക്കുക, അങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. വെറുതെ അബദ്ധത്തിലൊന്നും പോയി ചാടാതിരിക്കുക. കാരണം എത്ര ഫ്രണ്ട്സ് ആയാലും എത്ര ഇതായാലും ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നല്ല എത്രയോ സ്നേഹത്തോടെ ഇരിക്കുന്നവരായാൽ പോലും ആവശ്യമില്ലാത്ത എന്തെങ്കിലും അതിനകത്ത് ഉൾപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളായിരിക്കും പണി മേടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആരും ഇപ്പൊ തന്നു വിട്ടാലും അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എയർപോർട്ടിൽ നിന്നൊന്നും ഒന്നും പേടിക്കാതിരിക്കുക. എയർപോർട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതരുന്നുണ്ടെങ്കിൽ അതൊന്നും പേടിക്കാതിരിക്കുക, പണി ഇരന്ന് പേടിക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ വന്നിറങ്ങിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ട് ഇങ്ങനെ ഫൈൻ അടയ്ക്കേണ്ടി വന്നാൽ പിന്നെ നമ്മളെ ജോലിയും കളഞ്ഞ് എയർപോർട്ടിൽ ചെന്ന് കാവലടക്കേണ്ടി വരും. അതെന്ന് പറയുമ്പം നമ്മൾ ഇറങ്ങുന്നത് 3ാമത്തെ ടെർമിനലിലാണ്. നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടത് വന്നിട്ട് 1ാമത്തെ ടെർമിനലിലാണ്. അപ്പൊ നമ്മൾ രാവിലെ പോയി കുത്തിയിരിക്കുക, വൈകുന്നേരം ആകുമ്പോൾ മാത്രമേ ആ ഒരു സംഭവങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ആക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ഈ പിടിച്ചു വച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് ഈ വൈകുന്നേരം ടൈമിലാണ്. അപ്പൊ നമ്മൾ ആ ഡേ ഫുള്ള് അവിടെ വന്ന് കിടന്ന് കാവല് കിടന്ന് ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വരും. പിന്നെ ദൂരത്തൊക്കെയാണ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ആ ഡേ പോയി, പിന്നെ ശമ്പളം പോയി, മെനക്കെട്ട പരിപാടിയായി പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ പോകാൻ പറ്റും. അപ്പൊ ഈ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവരായാലും അതുപോലെ ഇസ്രായേലിലേക്ക് വരാനിരിക്കുന്നവരായാലും ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ആൾക്കാരായാൽ പോലും ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ആരെന്ത് തന്നാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാനും അതുപോലെ നന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം മേടിക്കാനായിട്ട് ശ്രമിക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ട. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തു തന്നെ ആയാലും നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ ഓൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ. എല്ലാവർക്കും ബൈ ബൈ.